ഹലോ ഫ്രണ്ട്സ്, രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾ എന്തിനെയാണ് കയ്യിലെടുക്കാറ്? നിങ്ങളുടെ പേർപ്പസിനെയാണോ, നിങ്ങളുടെ ഫോണിനെയാണോ? രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾ കയ്യിലെടുക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെയാണോ, നിങ്ങളുടെ ഫോണിനെയാണോ? ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരുപാട് ആളുകൾ രാവിലെ ഉണർന്നാൽ കയ്യിലെടുക്കുന്നത് അവരുടെ ഫോണാണ്. ഉണർന്ന ഉടനെ അവർ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ അലാം അവർ ഓഫാക്കിയ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് അവർ അതിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ മറ്റാരുടെയൊക്കെയോ ചിന്തകളിലേക്ക്, പെർപ്പസിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് നേരം വെളുത്തുടനെ നമ്മളെ മനസ്സ് പോവാണ്. രാവിലെ ഉണർന്ന ഉടനെ പറയാൻ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമ്മളിങ്ങനെ ലോ ആൽഫ വേവിൽ ഇങ്ങനെ ഉണർന്നു വരുന്നൊരു സമയമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിനിൻ്റെ ആക്സസ് നന്നായിട്ട്, സബ് കോൺഷ്യസ് ബ്രെയിനിൻ്റെ സ്വാധീനം കൂടുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ റീൽസോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റോ ഇൻസ്റ്റഗ്രാം പോസ്റ്റോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളോ കേട്ട് ചിലവഴിക്കുകയാണെങ്കിൽ നമ്മൾ അകന്നു പോകുന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നായിരിക്കും. രാവിലെ എണീറ്റോടെ നമ്മൾ കയ്യിലെടുക്കേണ്ടത് നമ്മുടെ ഫോണല്ല. ആദ്യത്തെ ഒരു 15-20 മിനിറ്റെങ്കിലും രാവിലെ എണീറ്റോടെ നിങ്ങൾ ചിലവഴിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ കൂടെയാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ എങ്ങനെ നേടാം എന്നൊരു പ്ലാനിങ് ആണ്. ഇപ്പൊ രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ ആ കിടക്കയിൽ തന്നെ ഇരുന്ന് നോക്കൂ. ആ കിടക്കയിൽ തന്നെ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ആ ദിവസത്തൊന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യൂ. ആ ദിവസം എന്താണ്? അതിനു മുമ്പ് എന്ത് ചെയ്യണം? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊന്ന് ആഗ്രഹിച്ചു നോക്കൂ. അത് റിയലി നടക്കുന്ന പോലെ മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് അതിനു വേണ്ടി ആ ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങളിലുള്ള നല്ല കഴിവുകളെ പറ്റി ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സാധ്യതകളെ പറ്റി ആലോചിച്ച് നോക്കൂ. അങ്ങനെ നിങ്ങളുടെ സാധ്യതകളെ കണ്ടെത്താനും നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്താനും ഒപ്പം നിങ്ങളെ ആ ദിവസം പ്ലാൻ ചെയ്യാനും അതിനോടൊക്കെ ഉപരി അന്നത്തെ ദിവസത്തിന് ആദ്യമേ തന്നെ നന്ദി പറയാനും ആ രാവിലെ, ആ പുലർച്ചയെ അല്ലെങ്കിൽ ആ രാവിലെ ഒന്ന് അനുഭവിച്ചു നോക്കൂ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. കാരണം നമ്മൾ രാവിലെ തന്നെ തുടങ്ങുന്നത് നന്ദിയോടെയാണ്. എൻ്റെ മനസ്സിനോട് ഞാൻ നന്ദി പറയാം, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം, വരാൻ പോകുന്ന നന്മകൾക്ക് നന്ദി പറയാം, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ രാവിലെ തുടങ്ങും. ഞാൻ രാവിലെ ജേർണൽ എഴുതിക്കൊണ്ട് തുടങ്ങുന്നു. ഞാൻ രാവിലെ കുറേ നല്ല പ്ലാനിങ്സ്, ആ ദിവസത്തിലേക്ക് നല്ല കുറേ പ്ലാനിങ്സ് നടത്തിക്കൊണ്ട് പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങുന്നു. എല്ലാം എൻ്റെ ലക്ഷ്യവുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ പെർപ്പസുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പെർപ്പസുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. അങ്ങനെ രാവിലെ എണീറ്റ് ആരുടെയെങ്കിലും തോട്ട്സോ ആരുടെയെങ്കിലും ചിന്തകളോ മറ്റൊരാളുടെ സംഭാഷണങ്ങളോ മറ്റൊരാളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റോ മറ്റൊരാളുടെ റീൽസോ കാണുന്നതിന് പകരം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ വെറുതെ മെസ്സേജുകൾ വായിച്ച് ദുഃഖവാർത്തകളും സങ്കട വാർത്തകളും മിക്സഡ് ഫീലിങ്ങുള്ള വാർത്തകളൊക്കെ വായിച്ച് സമയം കൊല്ലുന്നതിന് പകരം രാവിലെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. എണീറ്റ ഉടനെ എന്ന് പറയുന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് പറയുന്നത്, ഈ 2 സമയങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവാണ്. മൈൻഡ് എന്ന വാക്കി പതിവില്ല, നമ്മൾ ബ്രെയിനിനെ കുറിച്ച് പറയും. നമ്മുടെ ഫ്രണ്ടൽ ബ്രെയിന്, അതായത് ഈ ഫ്രണ്ടൽ ബ്രെയിന് കുറച്ചൊക്കെ അതിൻ്റെ ആക്ടിവിറ്റി കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ ബാക്ക് ബ്രെയിന്, പിറകിലുള്ള ബ്രെയിന് അതിൻ്റെ ശക്തി കൂടി നിൽക്കുന്ന സമയമാണ്. അവിടെയാണ് ശരിക്കും നമ്മുടെ ഹൈപ്പോ തലാമസ് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സബ് കോൺഷ്യസ് ഏരിയ ഉള്ളത്. അവിടേക്കാണ് നമ്മൾ മെസ്സേജസ് കൊടുക്കുന്നത്. രാവിലെ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്, ഞാൻ വളരെ നന്നായിരിക്കുന്നു, എൻ്റെ ജീവിതം വളരെ മനോഹരമായി മാറിക്കൊണ്ടിരിക്കുന്നു, ഞാൻ എല്ലാത്തിനോടും താങ്ക്ഫുൾ ആണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മനോഹരമായ കാര്യങ്ങൾക്കൊക്കെ ഞാൻ നന്ദിയോടെ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഏറ്റവും നല്ല നല്ല ആളുകളും നല്ല നല്ല സന്ദർഭങ്ങളും എൻ്റെ ലക്ഷ്യത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതം മികച്ചതായിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 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 വളരെയധികം ഫീലിങ്ങോടുകൂടി, നല്ല നന്ദിയോടുകൂടി ആ രാവിലെയിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അതെല്ലാം നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങളുടെ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം കയ്യിലെടുക്കുന്നത് നിങ്ങളുടെ പെർപ്പസ് ആക്കി നോക്കൂ, നിങ്ങളുടെ ലക്ഷ്യത്തെ ആക്കി നോക്കൂ. നമ്മൾ ചാടി കയറി ഫോൺ എടുക്കും. ഫോണിന് പകരം ഇനി ലക്ഷ്യത്തെ കയ്യിലെടുക്കാം. ലക്ഷ്യത്തെ കയ്യിലെടുത്ത് ജീവിതത്തെ നന്നാക്കി മാറ്റിയെടുക്കാം.